ഗായ്സ്, അങ്ങനെ ഫൈനലി ഗ്രൂപ്പുകളിൽ മാത്രം ഉണ്ടായിരുന്ന ആ ഗേൾസ് ട്രിപ്പ് ഹാപ്പൻ ചെയ്യാൻ പോവുകയാണ്. സോ നമ്മളിന്ന് പോകാൻ പോകുന്നത് മിഷൻ ഐറ്റ്സിലേക്കാണ്. ഒരു ഡ്രീം പ്ലേസ് ആണെന്ന്. അപ്പോൾ നിങ്ങളിങ്ങനെ ഞാൻ കൊണ്ടുപോകാം. കുറേ നാളായി ഗൈസ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അപ്പം ഇപ്പോഴാണ് നമ്മൾ പോകാൻ പോകുന്നത്. എങ്ങനെയാവുന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് വെയിറ്റ് ചെയ്തിരുന്നിട്ട് ബസ് ലേറ്റാണ്, അതുകൊണ്ട് 5 മിനിറ്റ് നടക്കാവുള്ളൂ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നമാണ് ചൂട് ഗൈസ്. ഇപ്പം ഇവിടെ ഒരു 20-22 കാണുമായിരിക്കും. പക്ഷേ നാട്ടിലൊരു 45-40 ഫീലിങ്സാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുമ്പോൾ വിചാരിക്കുന്നത് എന്തെല്ലാവരും ഇങ്ങനെ പറയണമെന്ന്. പക്ഷേ ജർമ്മനിലുള്ളവർക്ക് അറിയാം ഗൈസ്, എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഭയങ്കര ചൂടാണ്. ടീഷർട്ടൊന്നും ഇട്ടിട്ട് പറ്റുന്നില്ല, പക്ഷേ ടീഷർട്ട് ഇട്ടല്ലേ പറ്റൂ. നമ്മൾ കുറേ റിച്ച് ആയതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് IC ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് എന്താ പറയുക, അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പകുതി വരെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ച് പോയിട്ട് പകുതിയിൽ നിന്ന് IC ബുക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് കയറി ഒരു 3 മണിയാകുമ്പോൾ ഒരു പ്ലേസിൽ നിന്ന് ഞങ്ങൾക്ക് ICയെ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഡോറയുടെ പ്രയാണം പോലെ എത്തണം ഗൈസ്. നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തൊരു 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്കോ മുൻപൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് IC വളരെ റേറ്റ് കുറവിന് കിട്ടും. നമ്മൾ 2 ദിവസം മുന്നാണ് ബുക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പകുതിയിൽ നിന്ന് ബുക്ക് ചെയ്യാണ് ചെയ്തത്. ഞങ്ങൾ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞിട്ട് നൈറ്റ് കയറി പിറ്റേ ശനിയാഴ്ച അവിടെ എത്തിയതിന് ശേഷം ശനിയാഴ്ച എല്ലാം കണ്ടിട്ട് ശനിയാഴ്ച തന്നെ നൈറ്റ് കയറി സൺഡേ വീട്ടിലെത്താണ് ചെയ്തത്. ഈ ട്രിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറേ നാളായിട്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏഞ്ചലിന് ലീവില്ലാത്തത് കൊണ്ട് തന്നെ ഒരു മൂമെന്റിൽ അത് ക്യാൻസൽ ആവാണ് ചെയ്യാറ്. ഫൈനലി ഞങ്ങൾ അങ്ങനെ പോവാണ് ഗൈസ്. പോകുമ്പോൾ തന്നെ ഭയങ്കര ബോറഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഇമ്പോസ്റ്റർ ഗെയിം കളിക്കാണ് ഗൈസ്. ഭയങ്കര റയറാണ് കിട്ടാൻ. ചിറകുണ്ട്. എനിക്കിഷ്ടമല്ല അത്. എനിക്കിഷ്ടം. സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും കിട്ടും. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അൽദിയിൽ കിട്ടും. കൗഫ്ലാൻഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഞാൻ കണ്ടിട്ടില്ല. റെവറ്റു പോലെ ഇടയ്ക്ക് കാണാറുണ്ട്, ക്യാമ്പസിലില്ല. സ്കൂളിലെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവരാറുണ്ട്. അതിന് ഇമ്പോസിബിൾ ഇമ്പോസ് റിവീൽ യുവർസെൽഫ്. ഏതാ വീട്? ഡ്രാഗൺ. ദിസ് ഈസ് ദ വേർഡ്. ഐ ആം ദ ഇമ്പോസ്റ്റർ. വെരി ബാഡ്. വെരി നൈസ്. ഇൻട്രോയാണ് ഇമ്പോസ്റ്റർ. കണ്ണട ചൊന്നത് തുറക്കില്ലേ? ഞാൻ കാണിക്കണോ? കാണിച്ചോ.
അതുപോലെ വലിയൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഞാൻ കഴിച്ചിട്ടുള്ളത് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. എനിക്ക് പോകാം. ഇത് ഉപ്പിട്ട് നിന്ന് നല്ല ടേസ്റ്റ്. ആ സാധനം എനിക്ക് ഒറ്റയ്ക്ക് ഇഷ്ടം. ഇതിലൊരു ഞാൻ പറയാം, ഇതിങ്ങനെ ഉണ്ടായി വരുന്ന ഒരു സ്ഥലത്ത് ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടമാണ്. നാട്ടിൻപുറത്ത് പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. എല്ലാവരും കഴിച്ചിട്ടുണ്ടോ ആ സാധനം? മോഡേൺ പിള്ളേർക്ക് ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പോൾ റിവീൽ ചെയ്യാം. ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കാം. 1, 2, 3 സ്റ്റാർട്ട്. ഒരു റൗണ്ട് കൂടെ പോവാം. അങ്ങനെയല്ല, ഒരു റൗണ്ട് കൂടെ പറഞ്ഞു പോവാം. ഇത് മെയിനായിട്ട് മഞ്ഞ കളറാണ്. ഇത് മെയിനായിട്ട് ബ്രൗൺ കളറിലുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല. അതിവിടെ ഇമ്പോസ്റ്റർ നോക്കാം. 1, 2, 3 സ്റ്റാർട്ട്. Wir erreichen രണ്ടുപേരും ചൂസ് ചെയ്യുന്നോണ്ട് ഞാനിവിടെ ചൂസ് ചെയ്തു. ചൂസ് ചെയ്യാം. റൗണ്ട് Imposter reveal yourself. ഞാൻ ഇവിടെ കോൺ എവിടെ ഉണ്ടാവുക? പാടത്തില് കോൺ പാടം. ഐസ്ക്രീമിന്റെ കോണല്ലേ? ചോളത്തിന്റെ കോണില്ലേ? ചോളത്തിന്റെ കോണ ഇവിടെ ഐസ്ക്രീമിന്റെ കോണെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മളൊരു ട്രിപ്പ് പോവാണ്. Ausstieg links. Exit left. ഞങ്ങളുടെ ബുക്ക് ചെയ്ത ഐസ് പോലെ അങ്ങനെ നമുക്ക് ഫൈനലി IC കിട്ടി കേട്ടോ. അപ്പോൾ ഇതാണ് ICയുടെ ഉൾഭാഗമൊക്കെ വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് ICയിൽ, അതാദ്യം തന്നെ മിൻഷനിലോട്ടാണ്. ഇനി IC ട്രെയിൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. IC ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് ട്രെയിനാണ്. നമ്മുടെ നാട്ടിലെ വന്ദേ ഭാരതൊക്കെ പോലെ സ്റ്റോപ്സും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും പോവാം. ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയ്ക്കൊന്നും അടിപൊളിയല്ലായിരുന്നു. ഒരു ഓക്കെ രീതിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ഒരു 7:30 ആയപ്പോഴേക്കും മിൻഷൻ ഹോഫ്റ്റ് ബാനോഫിലാണ് എത്തിയത്. അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഐപ്സയിലേക്ക് 2 മണിക്കൂറോളം ട്രാവൽ ഉണ്ട്. നമ്മളിതൊരു അഫോർഡബിൾ ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ റൂമും സ്റ്റേയോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആവാനായിട്ട് ഹോഫ്റ്റ് ബാനോഫിൽ നമുക്ക് €1 കൊടുത്ത് അല്ലെങ്കിൽ 1.50, അത് ഡിഫറെൻ്റ് ആയിരിക്കും, കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആവാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ബാത്റൂമൊക്കെ പോലെ ബാത്റൂമിൽ കയറി നമുക്ക് ഫ്രഷ് ആവാം. അവിടെയാണ് നമ്മൾ ഫ്രഷ് ആയത്. ഇതിൽ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ മ്യൂണിഷ്യലിൽ ഫ്രഷ് ആവാതെ അവിടെ പോയിട്ട് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫെസിലിറ്റീസും കാര്യങ്ങളും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിൻഷൻ ഹോഫ്റ്റ് ബാനോഫിൽ നിന്ന് തന്നെ റെഡിയായി ഫ്രഷായി പോകാൻ നോക്കുക. വലിയൊരു ഹോഫ്റ്റ് ബാനോഫ് ആയതുകൊണ്ട് തന്നെ ഫെസിലിറ്റീസും കൂടുതലായിരിക്കും. ഫെസിലിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബാത്റൂമുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അത് കുറവാകുമ്പോൾ തിരക്കുമായിരിക്കും, ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അതുകൊണ്ട് മിൻഷൻ ഹോഫ്റ്റ് ബാനോഫിൽ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഫ്രഷായി പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം.
അതേപോലെ വളരെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പരമാവധി മുൻഷനിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് വരാം. ഇതൊരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് വളരെ കുറവാണ്. പിന്നെ വാങ്ങണതാണെങ്കിലും മുടുക്കത്തെ റേറ്റും ആണ്, നമുക്ക് കഴിക്കാൻ അത്രയ്ക്കും ഇല്ല. അതുകൊണ്ട് മുൻഷനിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോരെ, അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോരെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടോ. മ്യൂൺഷൻ ഹോഫ്റ്റ് ബാനോഫിൽ നിന്ന് ഒരു ട്രെയിൻ എടുത്ത് പിന്നെ നമ്മൾ വരുന്നത് ഗാർമിഷ് പാർട്ടൻ കിർഷൻ എന്ന് പറഞ്ഞൊരു പ്ലേസിലോട്ടാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് 2 ഓപ്ഷനാണ് വരുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് ടൂറിസ്റ്റ് ബസ് പോലെ ഒരു സർവീസ് ഉണ്ട്. അതാണെങ്കിൽ നിങ്ങൾക്ക് 2 സൈഡ് 12 യൂറോയാണ് വരുന്നത്. അതേപോലെ തന്നെ ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ട് പോകാനും പറ്റും. അതാണെങ്കിൽ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ടായിരിക്കും. ഇതുപോലെ സർവീസും കുറവായിരിക്കും. ബസ്സിലാണെങ്കിൽ കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, ക്യാഷ് തന്നെ കയ്യിൽ വേണം. അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ബോട്ടിംഗ് ചെയ്യാനായിട്ട് നമുക്ക് റേറ്റ് വരുന്നത് 1 മണിക്കൂർ 3 പേർക്ക് 18 യൂറോയാണ് ഞങ്ങൾക്കായത്. സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആണ്. നമുക്ക് എക്സ്ട്രാ പേയ്മെന്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ എല്ലാ കാര്യത്തിനും എക്സ്ട്രാ പേയ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. നിങ്ങൾക്കിത് ചെയ്യാൻ ഇഷ്ടമാണ്, പേടിയൊന്നും ഇല്ലെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗൈസ്. അടിപൊളിയാണ്. നിങ്ങൾക്ക് പേടിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. അത്യാവശ്യം അഫോർഡബിൾ ആണ്, ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞങ്ങൾ 3 പേരായിട്ട് പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ മാറി മാറിയാണ് അത് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരം അത് ചവിട്ടി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡാവും. അതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്താണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ട് നേരെ ലേക്കിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങാനും വെള്ളത്തിൽ ഇറങ്ങാനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ബോട്ടിങ് കൂടാതെ എക്സ്ട്രാ കയാക്കിങ്ങും പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഗൈസ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഹേ ഗായ്സ്, ഇപ്പൊ ഞങ്ങള് ബോട്ടിലൊക്കെ റൈഡ് കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങള് കേബിൾ കാറിൽ കയറാൻ പോവാണ്. യെസ് ഗൈസ്, ജസ്റ്റ് ലോസ് ഗേറ്റ്. പൈസ പോട്ടെ പ്രതാപം വരട്ടെ. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് വന്നിട്ട് ഇപ്പൊ തന്നെ നല്ലൊരു കഷ്ടം നോക്കട്ടെ എന്താകും. പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മളോട് വന്നത് എഴുതിയിട്ട് കാര്യമില്ല. ഇനി അതേപോലെ തന്നെ ഐപ്സയിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള അടുത്തൊരു സംഭവമാണ് ഗൈസ്, കേബിൾ കാർ. മസ്റ്റ് ട്രൈ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാൽ പോലും അതിൽ കയറി കഴിഞ്ഞ് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസ പോയതിൽ ഒരു റിഗ്രറ്റ് ഉണ്ടായിരിക്കില്ല. ഇതിൽ കയറാനായിട്ട് നമുക്ക് പെർ ഹെഡ് 78 യൂറോയാണ് വന്നത്. പക്ഷെ ട്രസ്റ്റ് മീ ഗായ്സ്, 78 യൂറോയ്ക്കുള്ളതിൽ ഇത് ഉണ്ട്. ഈ കേബിൾ കാറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ തന്നെ ടോപ്പ് മൗണ്ടെയിനായ ആൽപ്സ് മൗണ്ടെയിൻ ആണിത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ടോപ്പിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെ നമ്മൾ മൗണ്ടെയിനിൽ പോയിട്ട് ജസ്റ്റ് അവിടെ നോക്കി കാണല്ല ചെയ്യുന്നത്, നമുക്കവിടെ ഇറങ്ങാനും അതേപോലെ അവിടെ നടന്ന് കാണാനും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പോകുന്ന കേബിൾ കാറിൽ തന്നെ നമുക്ക് തിരിച്ചു വരണം എന്നില്ല. അതിൽ തിരിച്ച് വരുന്ന ഏത് വേണമെങ്കിലും നമുക്ക് കയറാം, എത്ര ടൈം വേണമെങ്കിലും ടോപ്പിൽ സ്പെൻഡ് ചെയ്യാം എന്നൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഈ ഒരു ട്രിപ്പിനുണ്ട്. റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാം. രാവിലെ തന്നെ ഞങ്ങൾ ബർഗർ മാത്രം കഴിച്ച് പോയതുകൊണ്ട് തന്നെ അത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ മ്യൂൺഷനിലുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഞങ്ങൾ അങ്ങനെ ഒരു ബീഫ് ബിരിയാണിയും പാൽ പൊറോട്ടയും അതേപോലെ തന്നെ എല്ലുങ്കപ്പയാണ് അവിടെ നിന്ന് ഓർഡർ ചെയ്തത്. ഞങ്ങൾ പോകുമ്പോൾ എപ്പോഴും 3 ഫുഡായിട്ട് ഓർഡർ ചെയ്യും, എന്നിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യാറ്. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. മസ്റ്റ് ട്രൈ എന്നൊന്നും ഞാൻ പറയില്ല, ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർ എന്തായാലും പോയി കഴിക്കാം. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഒരു 10 മണിയാകുമ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ടു. അപ്പം ഞങ്ങൾ തിരിച്ച് IC കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നോർമലി മാറി കയറിയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 11:30-12 മണി ആയപ്പോഴേക്കും നമ്മൾ കൊളോൺ ഹോഫ്റ്റ് ബാനോഫിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തലേദിവസം വൈകിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടും നേരെ കൊളോണിലുള്ള ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ നിലവറ റെസ്റ്റോറൻറ്റിലേക്കാണ് ഫുഡ് കഴിക്കാൻ പോയത്. ഓക്കെ ഗൈസ്, ടൂറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ടൂറിനെ കുറിച്ച് ഓവറോൾ നിനക്കോ? 2 നൈറ്റ് ഉറങ്ങാൻ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ടൂറാണ്. അതിൻ്റെ
സജസ്റ്റ് ചെയ്യുന്നോ? ഐറ്റ്സ് കാണാൻ പോകുന്ന വീണ്ടും ഞാൻ suggest ചെയ്യാം.